സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നെൻ്റെ യാത്രാവിശേഷങ്ങൾ മീഡിയ വണ്ണിൻ്റെ കൂടെയാണ്. നമ്മൾക്ക് എന്തായാലും തുടർന്ന് കാണാം. എല്ലാവരും നമ്മുടെ മലയാളികൾ ആദ്യം പറയുക, ഗൾഫിൽ പോയി ജോലി ചെയ്യൂ, സമ്പാദിക്കൂ, എന്നിട്ട് ഒരു യാത്ര ചെയ്യൂ, ജീവിതകാലം മുഴുവൻ യാത്ര ചെയ്യൂ. ഞാൻ കണ്ട യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ സഞ്ചാരികളിൽ പ്രായമായ ആൾക്കാരും കോടീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നു. കോടീശ്വരന്മാരെ ഒരു കഥ ഞാൻ പറയാം. നല്ലൊരു മനുഷ്യൻ, അതിൽ മലയാളീസും ഉണ്ട്, നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരുണ്ട്. ഈ കോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾ അങ്ങനെ പറയാൻ സാധിക്കും എനിക്ക്. കാരണം അവർ ചെയ്ത യാത്രകൾ എന്നോട് പറഞ്ഞായിരുന്നു. അവർ ചിത്ര, എൻ്റെ സഞ്ചാരം ഇങ്ങനെയാണ്, ഞാൻ കോടികൾ മുടക്കും, ലക്ഷങ്ങൾ മുടക്കും, ഗൈഡിനെ പറ്റും, ഹെലികോപ്റ്റർ സംവിധാനം മുഖേനയോട് എത്തിച്ചേർന്നത്. ഒരു യാത്രക്കൊക്കെ 2 ദിവസം 3 ദിവസമൊക്കെ ലക്ഷങ്ങൾ മുടക്കുന്ന സഞ്ചാരികൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിത്ര നീ ചെയ്യുന്നൊരു കുട്ടിക്കാലത്തെ യാത്ര ഉണ്ടല്ലോ, ഇതാണ് യാത്ര. എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ പൈസക്ക് വേണ്ടി ഓടി. പക്ഷേ എൻ്റെ യൗവനം, എൻ്റെ കാണേണ്ട കാഴ്ചകൾ, എൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നടക്കണം, ഒരാളെ സഹായം വേണം. പക്ഷെ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല. അതായത് നമ്മൾ കുഞ്ഞുനാളുകൾ, നമ്മുടെ 25-30 വയസ്സിനുള്ളൊരു സമയമുണ്ടല്ലോ, ആരോഗ്യമുള്ളൊരു സമയത്ത് നല്ല കാഴ്ചകൾ, നല്ല ചിന്താഗതി, നമ്മൾ ചോരത്തിളപ്പെന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയം പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. ആ ഒരു പുള്ളിക്കാരൻ അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എന്നും ഓരോരോ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി തിരിച്ചു വരുന്നു. 24 മണിക്കൂറും ജോലിയായിരുന്നു. ഒരു സ്വന്തം വീട്ടുകാരെ പോലോടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവരൊക്കെ കടന്നുപോയത്. പക്ഷേ അവരൊരു പ്രായമാകുമ്പോൾ അവരുടെ കയ്യിലില്ലാത്ത പൈസയില്ല, ഇല്ലാത്ത കാറുകളില്ല. അതൊക്കെ ഉണ്ടായിട്ട് എത്ര നാളാണ് അവർ ജീവിക്കുക? ആ മനുഷ്യനത് പറഞ്ഞപ്പം ഞാൻ ചിന്തിച്ചു, അത് സത്യമല്ല കാര്യമല്ലേ? അപ്പോൾ സാറ് പറഞ്ഞൊരു ചോദ്യമാണ്, ഒരാഴ്ചയൊക്കെ മാത്രം പോകുന്ന ആൾക്കാർ അവരും ചെയ്യുന്നത് യാത്രകൾ തന്നെയാണ്. അവർക്ക് തിരിച്ചു പോയി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എനിക്കും ഉണ്ട്. പക്ഷേ എനിക്ക് ഏട്ടനും അനിയനൊക്കെ ഉണ്ട്. ഞാനൊരു ഒറ്റ മോനാണെങ്കിൽ എനിക്കൊരു യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഒരാഴ്ച ആയാലും 2 ദിവസമായാലും യാത്രകൾ ചെയ്യുന്ന സഞ്ചാരികളോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ഒരു വണ്ടി എവിടെ കിട്ടും, അതായത് മീൻ വണ്ടിയൊക്കെയാണ് മെയിൻ ആശ്രയം. അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. മീൻ വണ്ടി, സിമെൻറ്റ് വണ്ടി, അരി കൊണ്ടുപോകുന്ന വണ്ടി. അപ്പോൾ ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ അവരോടെ പോകും. ചില സമയത്ത് അവരോടൊപ്പം കിടന്നുറങ്ങും. നല്ല മനുഷ്യരും മോശം മനുഷ്യരും എല്ലാ ഭൂമിയിലുണ്ട്, നമ്മുടെ നാട്ടിലായാലും വേറെ എവിടെയാണെങ്കിലും. എനിക്ക് ആപ്പിൾ തിന്ന കഥകളൊക്കെ പറയേണ്ടി വരും. വിശപ്പടക്കാൻ വേണ്ടി ആപ്പിൾ കഴിച്ചത്, വാൾനട്ട് കഴിച്ചതൊക്കെ ധാരാളം പറയേണ്ടി വരും.